അപ്പൊ അറിഞ്ഞാലും ഞാൻ പറയണമെങ്കിലും അള്ളാന്റെ സമ്മതം വേണം. അറിഞ്ഞത് കൊണ്ട് പറയണമെങ്കിൽ ചില സ്ഥലങ്ങളിൽ പറയാൻ പറ്റൂല. ഇപ്പൊ ഖിയാമത്ത് നാൾ എന്നാ റസൂലിനെ അറിയും, പക്ഷെ പറയാൻ പാടില്ല എന്നുള്ളതിന്റെ കൽപ്പന ഉണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്നാന്ന് റസൂലിനെ അറിയും, പറയാൻ പാടില്ല എന്നുള്ളതിന്റെ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഖിയാമത്ത് നാൾ എന്നാണ് റസൂലിന് അറിയാം, പക്ഷെ പറയാൻ പാടില്ല എന്നുള്ളതിന്റെ കൽപ്പന ഉണ്ട്. ഒന്ന് റസൂലിന്റെ പേരിൽ നുണ, രണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് അള്ളാഹുവിന്റെ പേരിൽ നുണ. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഈ വചനം വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാബിലെ 187-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് നിങ്ങൾ കേൾക്കണം. നമുക്ക് സമയം വളരെ കുറവാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അനുവദിച്ച 2-2.5 മിനിറ്റാണ് ഇനി ബാക്കിയുള്ളത്. എങ്കിലും തെളിവ് കണ്ടുവേണം നമ്മൾ മരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ തെളിവിനെ വീണ്ടും അവലംബിക്കുന്നത് എന്ന വസ്തുത ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 187-ാമത്തെ ആയത്ത് നിങ്ങൾ കേട്ടോളൂ. ഞാൻ സുന്നി പരിഭാഷയിൽ നിന്ന് വായിക്കുകയാണ്, നിങ്ങൾ കേൾക്കൂ. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി. ലോകാവസാന സമയം എപ്പോഴാണെന്ന് പറയും അവർ താങ്കളോട് ചോദിക്കുന്നു. പറയുക പ്രവാചക, അതിനെക്കുറിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിന്റെ അടുക്കൽ മാത്രമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. ഇത് ഖിയാമത്ത് നാൾ എന്നാ റസൂലിനെ അറിയും, പക്ഷെ പറയാൻ പാടില്ല എന്നുള്ളതിന്റെ കൽപ്പന ഉണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്നാന്ന് റസൂലിനെ അറിയും, പറയാൻ പാടില്ല എന്നുള്ള സുന്നി പരിഭാഷയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ മുഖാമുഖത്തിലും വാദപ്രതിവാദത്തിലും രക്ഷപ്പെടാൻ എന്തും